മാർക്ക് ഏകീകരണ ഫോർമുല വലിച്ചെറിഞ്ഞ് കീം ഫലം റദ്ദാക്കി ഹൈക്കോടതി. സർക്കാരിനും കേരള സിലബസ് കുട്ടികൾക്കും തിരിച്ചടി. എഞ്ചിനീയറിംഗ് പ്രവേശനം ഇനിയും നീളും. പ്രോസ്പെക്ടസ് വ്യവസ്ഥ മാറ്റാനാവില്ലെന്ന് കോടതി. അപ്പീൽ സാധ്യത പരിശോധിച്ച് സർക്കാർ. ജയിലിലും ഭീകരപ്രവർത്തനം തുടർന്ന് തടിയന്റെ നസീർ. ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ട NIA. നസീറിന് മൊബൈൽ ഫോൺ എത്തിച്ചു നൽകിയ ജയിലിലെ സൈക്കാട്രിസ്റ്റ് അടക്കം 3 പേർ അറസ്റ്റിൽ. രാജ്യസുരക്ഷയ്ക്ക് അത്യന്തം ഭീഷണിയായ കൊടും ഭീകരനുള്ളത് ബംഗളൂരു പരപ്പന അഗ്രഹാര ജയിലിൽ. പ്രതിപക്ഷ സംഘടനകളുടെ ദേശീയ പണിമുടക്കിൽ ജനം അടിമുടി വലഞ്ഞു. പണിമുടക്ക് ഏഷ്യത് കേരളത്തിൽ മാത്രം. KSRTC ഓടുമെന്ന മന്ത്രി ഗണേഷ് കുമാറിന്റെ വാക്ക് വിശ്വസിച്ചവർ പെരുവഴിയിലായി. ഇടതുമുന്നണി ചർച്ച ചെയ്യുമെന്ന് കൺവീനർ TP രാമകൃഷ്ണൻ. പത്തനംതിട്ടയിൽ CITU കൊടികെട്ടിയ വണ്ടി CITUക്കാർ തന്നെ തടഞ്ഞു. മന്ത്രിമാർ ഓഫീസിലെത്താത്തപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ ജോലിക്ക്. സെക്രട്ടേറിയറ്റിൽ ഹാജരായത് 8% ജീവനക്കാർ മാത്രം. ജോസ് കെ മാണിക്ക് കടുത്തുരുത്തി നൽകി കേരള കോൺഗ്രസ്. മാണി ഗ്രൂപ്പിനെ തിരികെ മുന്നണിയിലെത്തിക്കാൻ കോൺഗ്രസ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തിരക്കിട്ട നീക്കം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. കേരള കോൺഗ്രസുകളുടെ ലയന നീക്കത്തിന് വഴിയൊരുക്കി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. PJ ജോസഫിനെയും കണ്ടു. MT രമേശിനെയും ശോഭ സുരേന്ദ്രനെയും ജനറൽ സെക്രട്ടറിമാരാക്കി BJP പുനഃസംഘടനയുടൻ. S സുരേഷും ജനറൽ സെക്രട്ടറി, ഷോൺ ജോർജും അനൂപ് ആന്റണിയും പരിഗണനയിൽ. P സുധീർ ജനറൽ സെക്രട്ടറിയായി തുടരും. കരുത്തുകൂട്ടാൻ പുതുതന്ത്രങ്ങളുമായി ടീം രാജീവ് ചന്ദ്രശേഖർ. രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ കേരള സർവകലാശാല ആസ്ഥാനത്ത് കയറിയാൽ നിയമ നടപടിയെന്ന് VC. മുന്നറിയിപ്പുമായി കത്ത് നൽകി. VC-യായി തിരികെ എത്തി ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. സമരം തുടരുമെന്ന് SFI. നാളെ സംസ്ഥാന വ്യാപക പണിമുടക്കിനും ആഹ്വാനം.